എന്താണ് ഈ പൊരിവെയിലത്തിരുന്ന് പരിപാടി? ഞാൻ അങ്ങോട്ട് വരായിരുന്നതാണ്. എന്താണ് കാര്യം? അപ്പൊ നോക്കുമ്പോ അവക്കൊരു ഛർദില്. ഇത് ആ ഛർദിലല്ല, പിന്നെന്താണ്? ഇത് വയറിനെന്തോ തിന്നിട്ടേ ഏനക്കേട് പറ്റിയതാണ്. ദൈവമേ, എന്നിട്ടാ? എന്നിട്ട് ഇപ്പൊ ആശുപത്രിയിൽ പോയേക്കാണ്. ഡ്രിപ്പ് ഇട്ട് കിടക്കണം, കഴിഞ്ഞ് അങ്ങോട്ട് വരും. നല്ല പാടെന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്. അങ്ങാട്ട് ചെല്ലായിരുന്നില്ലേ അണ്ണനി? ഇത് അതിനുള്ളതൊന്നും ഇല്ലാന്ന്. എന്നാ പിന്നെ ഞാനൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ടെന്ന്. എന്താണ് പിന്നെ അണ്ണൻ വരാൻ പറഞ്ഞത്? വരാൻ പറഞ്ഞത് എന്താണെന്നറിയാ? നീ എന്താണ് ആ പെണ്ണിനെയും കൊണ്ട് കണ്ടേക്കണത്? നിന്റെ മണ്ടൂനെയും കൊണ്ട്. പെണ്ണ് വളർന്നു വരികയാണ്. തന്തയില്ലാത്ത കൊച്ചാണെന്നും വിചാരിച്ച് അങ്ങനെ നിർത്തിയാലേ നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അതിനു മുമ്പ് പെണ്ണിനെ കെട്ടിച്ചു വിടണം, അതിനുള്ള ഏർപ്പാട് നോക്കണം. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് അവളെ കെട്ടിച്ചു വിടാനായിട്ട്. കയ്യിൽ എന്തിരുന്നിട്ടാണ് സ്ത്രീധനം കൊടുക്കാനായിട്ട്? നീ ഒരു കാര്യം ചെയ്യ്, ആ ക്ഷേമനിധിയുടെ ഓഫീസിലോട്ടെങ്കിൽ അല്ലേ, എന്നിട്ടൊരു കടലാസങ്ങ് കൊടു. ധനസഹായം അവർ തരും. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും തരാം. പിന്നെ വേറൊരു കാര്യം, ആ വീടും 1 സെന്റ് സ്ഥലവും നിന്റെ പേരിലാക്കുക. ബാക്കി ആ പെണ്ണിന്റെ പേരിലോട്ടങ്ങ് മാറ്റണം. എന്നിട്ട് അവർക്ക് കൊടുക്കണം. എന്നാലേ കാര്യം നടക്കുള്ളൂ. അണ്ണാ, വേറൊരു പ്രശ്നമുണ്ട്. വേറെന്താണ് പ്രശ്നം? അവക്കെന്താണ്? അവക്കെന്താണെന്ന്? അവക്കാരോടെങ്കിലും പ്രേമാണോ? അവളാരെങ്കിലും പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെയും തല്ലി ഓടിക്കും, അവന്റെ ഓടിക്കും. പിന്നെന്താണ്? ആ പെണ്ണിനെന്താണ്? എന്താണ് ആ പെണ്ണിനെ? അവള് ചീത്തപ്പേര് കേൾപ്പിച്ച? അയ്യോ, ഇനി എങ്ങനെ നാട്ടുകാര്? പിന്നെന്താണ്? അവക്ക് ജോലിക്കാരെ മതിയെന്ന്. അവള് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അവൾക്ക് ജോലിക്കാരെ മതി. പിന്നെ ജോലിക്കാരിക്കണല്ലേ എടുത്തിട്ട് പോകാനായിട്ട്. എടി 4 കൊട്ട മീൻ കച്ചവടം ചെയ്യണ ചെറുക്കനെ കിട്ടൂല അവൾക്ക്. അതല്ല, പിന്നെന്താണ്? അവക്കേ ഡാക്ടറാ, എഞ്ചിനീയറാ, അങ്ങനെ ആരെങ്കിലും ഒക്കെ മതിയെന്ന്. അവക്ക് കുന്തം കിട്ടും. അതിന്റെ വാക്ക് 9ാം ക്ലാസ് പഠിച്ച ആൾക്ക് ഡാക്ടറല്ലേ? ഡാക്ടർ. എടി, അവളുടെ അച്ഛനും അമ്മയും ആരാണ്? എൻ്റെ അച്ഛനും അമ്മയും ആരാണ്? മീൻ കച്ചവടക്കാരല്ലേ? അവക്ക് മീൻ കച്ചവടക്കാരൻ മതി. അല്ലാണ്ട് ഈ വക ആഗ്രഹങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, 2 എണ്ണത്തിന് പങ്കായം വെച്ചടിച്ച് കടലിൽ തള്ളും ഞാൻ. കെട്ടിയുണ്ടായിരുന്നെങ്കിൽ അവണ്ടായിരുന്നെങ്കിൽ മല മറിക്കും. നീ അവൻ്റെ കാര്യം എന്നോട് പറയണ്ട. നോക്ക്, നമ്മുടെ കൊക്കിലൊന്നും നിന്നാലേ കൊത്താൻ പറ്റുള്ളൂ അല്ലേ? വേണ്ടാത്തൊന്നും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ ബ്രോക്കർ മൊയ്തോനെ ചെന്നൊന്ന് കാണ്. ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറ്റിയ ചേക്കനെ അവൻ കൊണ്ടുത്തരൂടി. ആ കണ്ണീര് തുറച്ചിട്ട് പോ. അങ്ങോട്ട് വന്നേ. നീ വല്ലതും കഴിച്ചായിരുന്ന? എന്നാ വീട്ടില് പുട്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ ചാളക്കറിയും കാണും. കഴിച്ചുമ്പോ നേരില്ല. മീൻ വാരി കൊട്ടയിലിട്ടിട്ടാണ് വന്നേക്കണം. അതിന് കൊടുത്തു തീർക്കണം. അതിന് എന്തോരം സമയം വേണം ഇത് കഴിക്കാൻ? ഏത് കഴിച്ചിട്ട് പോന്നു? വേണ്ട, അത് കഴിച്ചിട്ട് പോടി. പറഞ്ഞ കേക്കാണ്ട്. അണ്ണ വന്നണ്ടാ? ഞാൻ വന്നില്ല. ഞാൻ ആ വഴി അങ്ങോട്ട് പോകൂട്ടാ. അങ്ങോട്ട് വരാൻ നിൽക്കാൻ, നിങ്ങളെ പെരയിലേക്ക് വരാൻ നിൽക്കാണ് നമ്മള്. എന്നോട് സത്യം പറഞ്ഞായിരുന്നു. നിനക്കറിയാലോ അല്ലേ വീട്ടിലത്തെ അവസ്ഥയൊക്കെ. ഞമ്മക്ക് അറിഞ്ഞൂടെ? അപ്പൊ ആദ്യം എന്തായാലും ഒരു വന്നിട്ട് നമ്മള് പെരയും കൂടിയൊക്കെ ഒന്ന് കാണട്ടെ, ചെക്കനും ടീമും വന്നിട്ട്. അതല്ല, ഇപ്പഴേ ചെക്കൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചോദിച്ചാലും ഓള് മറുപടി പറയണ ഓളെന്തോ മൂങ്ങിയാ. അതല്ല, സ്വർണ്ണവും കാശൊക്കെ. സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുള്ളത് പോലെ കൊടുക്കുക, അല്ലാണ്ട് ഭാര്യ കൊടുക്കാൻ നമ്മളുടെ അടുത്ത് ഇല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ വേണമെങ്കിൽ നമുക്ക് 2 ലോയി പൂയി കൊടുക്കാം, കടപ്പറായതുകൊണ്ട്. എന്ന് പറഞ്ഞാലും അങ്ങോട്ട് തമാശയായിട്ട് എടുത്തോട്ടാ. തമാശയല്ല, ഈ കല്യാണം മണ്ണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞത് ഒരു നിമിത്ത. അത് പഠിച്ചോൻ വിചാരിക്കണം. അതല്ല, കാശ് കുറച്ച് കിട്ടാനുണ്ട് ഞങ്ങൾക്ക്. അതെടുത്ത് കെട്ടിയാന്റെ പൈസേ അത് മറ്റു ക്ഷേമനിധി തരും. അതും മതിന്ന്. എന്തിനപ്പം നമ്മള് ഒരുപാട് കായ് ഉണ്ടാക്കിയേക്കണത്? ചെറിയ കല്യാണല്ലേ, ചെറിയ പെരയിലേക്ക് ഒരു ചെക്കൻ മതി. ആ ചെക്കങ്ങ് കിട്ടണ ഭാഗ്യ. കൊച്ചവനെങ്ങനെയുണ്ട്? കാണാൻ മുടുക്കനാണോ? ആ ചെക്കനോ? വരുമ്പോ കണ്ടോളിങ്ങള് മുത്താണ്. മണ്ടൂനറിയാലേ, അവക്കടെ സ്വഭാവം നല്ലതാണ്, സുന്ദരിയുമാണ്. ആര് മണ്ടുവോ? അന്റെ മോളഞ്ഞല്ലേ? എന്താണ് എന്റെ കൊച്ചിനൊരു കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, ചെക്കനെ കണ്ടാ നീ തിരിച്ചു പറയരുത് നിങ്ങള്. അത് മുത്താണ്. നടന്നാ മതിയായിരുന്നു. പിന്നെ നടക്കാണ്ട് എവിടെ പോണ്? ഞമ്മളല്ലേ ഇതിന്റെ അകത്ത് ഇടപെടുന്നത്. അപ്പൊ നാളെ ഞാനും ചെക്കനും കൂടി അങ്ങോട്ട് വരും.
എന്താടി കല്യാണത്തിന് കുഴപ്പം? എനിക്ക് ഈ മീൻകാരനെ കെട്ടണ്ടോ അമ്മച്ചി? അയ്യോ ഒരുപടി നിനക്ക് രാജകുമാരൻ ഇനി കപ്പല് കയറി നീ എന്ത് കണ്ടിട്ട് കിടന്ന കളിക്കണത്? എനിക്ക് ഡോക്ടറെ മതി. അയ്യോ ഡാക്ടറിനെ കെട്ടാൻ പറ്റിയൊരു മോള് നിക്കണെന്ന് ഇപ്പോണ്ടാ. എന്താണ് ഞാൻ വെളുത്തല്ലേ? വെളുത്തതായ എല്ലാം ആകുമോ? ഏ 9ാം ക്ലാസ്സും തോറ്റവള് ഡോക്ടറിനെ വേണോ നമുക്ക്? അപ്പൊ ഈ വീട്ടിലെ ആരായിട്ടാണ് പറയണത്? ഞാൻ അമ്മാവനാണ്. ഓ ഞാനും അമ്മാവനാണ്. ഞാൻ എന്റെ അമ്മാവനാണ് കേട്ടോ. എന്റെയൊക്കെ കാലത്ത് ഞാനന്ന് കടലിൽ പോണ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതി ഒന്നും അല്ലല്ലേ. അതെ എന്റെ കാര്യം പറഞ്ഞ വളരെ ചെറുപ്പം മുതൽ അധ്വാനിക്കുന്ന ഒരു ജീവിതത്തിൽപ്പെട്ടതായിരുന്നു ഞാൻ. എന്റെ കുടുംബത്തിലുള്ള സകലത്തിനും രക്ഷപ്പെടുത്തിയ ഞാനീ ഞാൻ ഉള്ളതങ്ങ് പറയണെന്നുള്ളൂ കേട്ടാ. എല്ലാം അറിയണമല്ല. അപ്പൊ ഞാൻ പുറത്തു പോയതിന് ശേഷമാണ് ഞാൻ ഖത്തറിലാണ് കേട്ടാ ഞാൻ. ദുബായും ഖത്തറും അത് അറിയാം വെളിയില്ലാണ്ട്. ഞാനപ്പ അവിടെ നിന്ന് പോയി അധ്വാനിച്ച എന്റെ കഷ്ടപ്പെട്ട പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചു കിട്ടും. ഒരു നല്ല നിലപാടിലേക്ക് ആക്കി ഇപ്പൊ ഇവന്റെ കല്യാണത്തിന് വന്നേക്കണം. ഇതൊക്കെ ദൈവതമ്പുരാന്റെ ഒരു ഇത് മാത്രമാണ് കേട്ടാ. എല്ലാം ഞാൻ അധ്വാനിച്ച എന്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ഈ കയ്യിലെ തഴമ്പ് ഇപ്പോഴും പോയിട്ടില്ല കേട്ടാ. ഇപ്പോഴും പോയിട്ടില്ല. അത്ര അധ്വാനിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് ഞാൻ. എനിക്ക് ആഗ്രഹപ്പെട്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ വെറുതെ പറയാനല്ല. ഈ മൊബൈല് വരാം എന്റെ ആഗ്രഹമാണ്. ഈ മൊബൈല് ഈ വാച്ച് ഞാൻ ഉണ്ടാക്കിയാണ്. ഈ കണ്ണട എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. എടുത്തു വെക്കും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണ്ടേ? അതെ അവക്ക് ഒരു നാണാണ്. അതെ ഇപ്പൊ വരാട്ടാ. അവര് ഇറങ്ങി കഴിയുമ്പോ നിനക്ക് തരാം ഞാൻ. മുളക് അരച്ചതിന്റെ കണ്ണി പറ്റൂടി. നിന്നെ കാണുമ്പോ വിറഞ്ഞാ വന്നതെനിക്ക്. അമ്മായി ഫോൺ ഓർത്തിരിക്കുന്നിടത്തൊക്കെ ആണല്ലോ ഇവിടെ. ഇത് കൊച്ചിന്റെ അമ്മ. അമ്മ ഞാൻ പറഞ്ഞു വന്നതപ്പാ, നമ്മുടെ കുടുംബത്ത് ഇങ്ങനെ ഒരു ഇതിനുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോകുമ്പോ അതിന് മുൻപന്തിയിൽ കണ്ട ഒരാളാണ് ഞാൻ കേട്ടാ. ഞാൻ അമ്മാവനാണ് കേട്ടാ. ഞാൻ ഈ ചെറുക്കൻ്റെ അമ്മാവനാണ്. ചെറുക്കൻ്റെ അമ്മാവനാ. അപ്പൊ ഇവന് ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അധ്വാനിക്കുന്ന ശീലത്തിൽപ്പെട്ട ഞാൻ ഒരു 3 വട്ടം മീനങ്ങ് മേടിച്ചു കൊടുത്ത് വെച്ചേ. എന്താണ് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ല. അപ്പൊ 3 വട്ടം മീനും കൊടുത്തേച്ച് ഇവനെ അങ്ങ് അയച്ചു വിട്ടേ. എന്തെങ്കിലും അധ്വാനിച്ച് അങ്ങ് കുടുംബത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തേര് എന്നും പറഞ്ഞു വിട്ടേച്ചും. പിന്നെ ഇതുവരെ അവനൊരു ഗതികേട് ഉണ്ടായിട്ടില്ല കേട്ടാ. അമ്മാവാ ഞാനൊരു കാര്യം കാട്ട് പറയട്ടെ. നമുക്ക് വല്ലത് തിന്നാനാ കുടിക്കാനാ എടുക്കാം. സമാധാനം ഉണ്ടാവുമല്ല. ഇങ്ങോട്ട് വരുമ്പോ 3 ആള് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ഞങ്ങൾക്ക് തടിച്ചു വരാൻ വഴി അറിയാൻ പാടില്ല. അതുകൊണ്ടാ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇറക്കന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഉടാനും എടുക്കാനും കൂടി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും പെണ്ണ് കാണാൻ പറയാന്ന് പറഞ്ഞപ്പോ ഒരു സാധനം എടുക്കാനും ഇല്ല ഇടാനും. മറിമായം